വയനാട് പനമരത്ത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ കോഴിക്കോട് CWSന് വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹികനീതി വകുപ്പ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2016 ഡിസംബർ 28-നാണ് പെൺകുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചത്. ശിശുവിനെ കോഴിക്കോട്ടെ അനാഥാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവിടെ കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി കെ മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘം 1 മണിക്കൂറോളം പരിശോധന നടത്തി. വിദ്യാർത്ഥിനിയെ ഹോമിൽ പ്രവേശിപ്പിച്ചതും ഇവിടെ തങ്ങിയതും കുഞ്ഞിനെ ദത്തെടുക്കൽ നടപടികൾ സ്വീകരിച്ചതുമായ വിവരങ്ങൾ ഹോം അധികൃതരിൽ നിന്നും പോലീസ് ശേഖരിച്ചു. ഹോം അധികൃതരുടെ വിശദീകരണം പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. രേഖകൾ പരിശോധിച്ചതായും പ്രാഥമിക പരിശോധനയിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും ഡിവൈഎസ്പി പറഞ്ഞു. ഞങ്ങളിപ്പോൾ തൽക്കാലം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് ബാക്കി അത് CWSമായിട്ടൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യണം. അവരുടെ പ്രാഥമികമായിട്ട് കുട്ടിയെ കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്തേ ഉള്ളൂ. അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ലഭിച്ച വിവരങ്ങൾ ശിശുക്ഷേമ സമിതി രേഖകളുമായി ഒത്തുനോക്കിയാൽ മാത്രമേ എന്തെങ്കിലും കൃത്രിമം നടന്നോ എന്ന് പറയാൻ സാധിക്കൂ. കേസിൽ പിടിയിലായ അധ്യാപകൻ സിജോ ജോർജിനെ കോടതിയിൽ ഹാജരാക്കാനുള്ളതിനാൽ ശിശുക്ഷേമ സമിതി രേഖകൾ പരിശോധിക്കാൻ സാധിച്ചില്ല. ഞായറാഴ്ച കഴിഞ്ഞ് ഈ രേഖകൾ പരിശോധിക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. സംഭവത്തിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ശിശുക്ഷേമ സമിതി അറിയിപ്പിനെ തുടർന്ന് കുഞ്ഞിന്റെ ദത്തെടുക്കൽ നടപടി നിർത്തിവെക്കാൻ സംസ്ഥാന അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിക്ക് അപേക്ഷ നൽകിയതായും കോഴിക്കോട് സെന്റ് ബർണഡിറ്റ് വനിതാ ഹോം അധികൃതർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.